നമസ്കാരം, ഞാൻ വീണ ജാൻ ഫ്രം കറിവേപ്പില. എൻ്റെ സൗണ്ട് കൊള്ളായിരിക്കാണേ, നല്ല തൊണ്ടവേദനയാണ്. അപ്പോൾ സൗണ്ട് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീക്കിലി ഇടുന്ന വീഡിയോ മുടക്കണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ തൃശ്ശൂർ തൈര് ഒഴിച്ചിട്ടുള്ള കുഴഞ്ഞിരിക്കുന്ന അവിയൽ. നമുക്ക് അവിയൽ പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഡ്രൈ ആയിട്ട് കുഴഞ്ഞിരിക്കുന്നത്, പിന്നെ ചിലർ പുളിവെള്ളം ചേർക്കും, അതുപോലെ തന്നെ മാങ്ങ ചേർക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് തൈര് ഒഴിച്ചിട്ടുള്ള അവിയലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബാക്കിയുള്ള അവിയലിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ ആഡ് ചെയ്യാം. ഓക്കെ. സാധനങ്ങൾ: പച്ചക്കറി അരിഞ്ഞത്, മീഡിയം സൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത്. എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ചേന, പച്ചക്കായ, കുമ്പളങ്ങ, മുരിങ്ങക്കായ, ബീൻസ്, അച്ചിങ്ങപ്പയർ. ഇത്രയാണ്. ഞാൻ എല്ലാത്തിനെയും കുറച്ചെടുത്ത് മീഡിയം സൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഈവനായിട്ട് ഇരുന്നാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ മുരിങ്ങക്കായ മുഴുവനായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നെടുകെ കീറിക്കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് അത് വേവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വെള്ളരിക്ക യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളരിക്ക ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കാനൊന്നും മറക്കരുത്. കാരണം ചില വെള്ളരിക്ക നല്ല കയ്പുണ്ടാവും. അപ്പം അത് നമ്മളത് നോക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിയൽ കയ്പുണ്ടാവും. അത് കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് എരിവനുസരിച്ചിട്ട് 4-5 ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ച് അധികം ഒഴിക്കണം, എന്നാലേ നമ്മുടെ അവിയലിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒഴിക്കുക. നാളികേരം ഇതുപോലത്തെ ബോക്സിലാണെങ്കിൽ ഇതുപോലത്തെ ഞാൻ 2 ബോക്സ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ 3 കപ്പ് നാളികേരം. എനിക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 6 കഷ്ണം മുതൽ 8 കഷ്ണം വരെ ചെറിയ ഉള്ളി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉള്ളിയുടെ മണം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. തൈരിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം പുളി അനുസരിച്ച് തൈരിൻ്റെ അളവിന് വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുളി അനുസരിച്ച് നിങ്ങൾ തൈരിൻ്റെ അളവിന് വ്യത്യാസം വരുത്തണം കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടി. സാധാരണ അവിയലിൽ മുളക് ചേർക്കാറില്ല ചിലർ, പക്ഷെ ഞാൻ ഇച്ചിരി ചേർക്കും. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും പിന്നെ 2 നുള്ളും. വെള്ളം അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളയാം, അത്രയും സമയം ലാഭിക്കാമല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ സൗണ്ട് അരോചകമായിട്ട് തോന്നുന്നുണ്ടോ? സോറി കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന, ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കഴുകി വാലാൻ വെച്ചിരിക്കുന്ന പച്ചക്കറിയാണിത്. അപ്പം ഇതിൽ വെള്ളം വളരെ കുറവാണ്. ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പച്ചക്കറി ഇട്ടു. അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്യണം കേട്ടോ. പലർക്കും പല രീതിയിലായിരിക്കും ഉപ്പ്. ചിലർക്ക് ഉപ്പ് കുറച്ച് വേണം, ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഇപ്പോൾ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴയില കൊണ്ട് മൂടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. എൻ്റെ അടുത്ത് വാഴയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ സദ്യ ഓണത്തിനൊക്കെ നമുക്ക് വാഴയില കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്, വാഴയില കൊണ്ട് മൂടി വെക്കുന്നത്. അപ്പോൾ വാഴയിലയുടെ നല്ല മണം അവിയലിൻ്റെ കഷ്ണങ്ങളിലോട്ടൊക്കെ വരും. നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയില ഉള്ളവർ വാഴയില കൊണ്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുമ്പളങ്ങയും വെള്ളരിക്ക, പടവലങ്ങ അങ്ങനെയൊക്കെ ഉള്ള പച്ചക്കറികൾ ചേർക്കുമ്പോൾ അതിലെന്നെ പച്ചക്കറികളിൽ തന്നെ നല്ലോണം വെള്ളം ഉണ്ടാവും. ഇതിൽ നിറയെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലത്തെ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പച്ചക്കറികൾ വെവ്വട്ടെ. എന്നിട്ട് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ കുക്ക് ചെയ്യുന്നത്. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പച്ചച്ചോവ വരും അവയിൽ ഏത് കറിയിലാണെങ്കിലും. അപ്പോൾ ഇത് നമ്മൾ വഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മീഡിയം തീയിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നല്ല ജീരകം കൂടി നന്നായി ചതച്ചെടുക്കുക. ജീരകം ആദ്യം ചതയ്ക്കുക, അതിനുശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ചതയ്ക്കുക. ഒരുപാട് അങ്ങ് അരയാൻ പാടില്ല, അപ്പോൾ അവിയലിൻ്റെ ടേസ്റ്റ് പോകും. ഇനി ഇത് നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം.
പിന്നെ നല്ലോണം നാളികേരം വേണം അവിയലിന്. അപ്പം നിങ്ങൾക്ക് നാളികേരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഞാൻ എപ്പോഴും അവിയലിൽ നല്ലോണം നാളികേരം ഇടും. അപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് അങ്ങ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്കും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നാലാണ്, അല്ലെങ്കിൽ ആ മറ്റേലത്തെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പിടിക്കൂല. ഇച്ചിരി മഞ്ഞൾപ്പൊടി, അധികം വേണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടിയാലും ഒരു കുത്തു കൂടും. അപ്പം അത് വേണ്ട. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അല്പം ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ദുബായിലാണ് ലുലുന്ന് കിട്ടുന്ന നാളികേരൊക്കെ വലിയതായിരിക്കും ചിരണ്ടി വരുമ്പോൾ. അതാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചോളൂ. ഇതിപ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള നാളികേരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് തിരിക്കേണ്ട, മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കൈയോട് തന്നെ നന്നായി മിക്സ് ചെയ്താൽ മതി. കണ്ടോ, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. പക്ഷെ അതിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് മതിയാവും. ഈ കൂട്ടാണ് നമുക്കിനി അതിലോട്ട് ചേർക്കേണ്ടത്. അപ്പം ഈ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം. ഇപ്പോൾ ഞാനൊരു 6 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എൻ്റെ. അപ്പോൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പം അതനുസരിച്ചും ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ കണക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക. കൂട്ടാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, ഏതാണ് അവിയലിൻ്റെ കൂട്ടുന്നത്, ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേണ്ട, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല ഇതിൽ. എന്നിട്ട് ഇതിൽ വെള്ളം ഉണ്ട്. ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. കുറച്ചും കൂടെ വേവാനുണ്ട്. സാധാരണ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഇതിപ്പോൾ എൻ്റെ സെറാമിക് ആയതുകൊണ്ട് ഒട്ടും പിടിച്ചിട്ടില്ല. ഇതിൽ വെള്ളം ഉണ്ട് താനും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്കിനി വെള്ളം ഒഴിക്കേണ്ടി വരുന്നു. ഈ മുരിങ്ങക്കായ കുറച്ചും കൂടെ വെവാനുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇത് മുരിങ്ങക്കായ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഹോളായിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നെടുകെ കീറുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചില കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ചില കഷ്ണങ്ങൾ വെവാനും ഉണ്ട്. കൂടെ വെവാനുണ്ട്. ഒന്ന് മൂടി വയ്ക്കുക. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്തിട്ട് ഉപ്പും എരിവൊക്കെ നോക്കുക. ഇപ്പം ആവശ്യത്തിനല്ലാണ്ട് ഇനി ഇതിലോട്ട് തൈരുണ്ടല്ലോ. എൻ്റെ തൈര് നല്ല പുളിയുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തൈര് വെച്ചിരിക്കുക. ഇവിടെ തൈര് പുളിയുള്ള തൈരും കിട്ടാനില്ല. അപ്പോൾ പിന്നെ പുറത്തെടുത്ത് വെക്കാം. നല്ല തൈരിന് പുളി വരുള്ളൂ. അല്ലെങ്കിൽ ഓവനിലെടുത്ത് വെക്കാം. നാട്ടിലത്തെ തൈരിനാണെങ്കിൽ പിന്നെ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പുളി അനുസരിച്ച് അളവ് വ്യത്യാസം വരുത്തണം. അപ്പം ഞാനിതിലൊരു 1/2 കപ്പോളം തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഈ തൈരുണ്ടല്ലോ ഇതിൽ കിടന്ന് വറ്റണം. ഇതെല്ലാത്തിലും കോട്ട് ചെയ്തിട്ടില്ലേ, പതുക്കെ ചെയ്യണം. ഒരുപാട് ഇതാക്കി കഴിഞ്ഞാൽ എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞു പോകും. ചിലവർക്ക് കഷ്ണങ്ങളൊന്നും ഉടയാൻ പാടില്ല, തനിയെ കിടക്കണം. പക്ഷേ എനിക്ക് കുറച്ച് കഷ്ണങ്ങൾ ഉടഞ്ഞാലാണ് അവിയലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം അങ്ങനെ വേണം. കഷ്ണങ്ങൾ ഉടയണ്ട എന്നുണ്ടെങ്കിൽ 3/4 ഭാഗം ആകുമ്പോൾ നിങ്ങൾ ഈ തൈര് ചേർക്കണം. ഞാനിപ്പോൾ ഇത് വെന്തതിന് ശേഷമാണ് തൈര് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ ഉടയണ്ട എന്നുണ്ടെങ്കിൽ 3/4 ഭാഗം വെവാകുമ്പോൾ തൈരങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഈ തൈര് ഒന്ന് വറ്റിച്ചെടുക്കുക. അതായത് ഇതിൽ നന്നായി പിടിക്കണം തൈര്. നല്ല പുളി ഇതിൽ പിടിക്കുള്ളൂ. ഈ കഷ്ണങ്ങളിലൊക്കെ ഇപ്പോൾ തൈര് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് അങ്ങ് ഇട്ട് കൊടുത്ത് പതുക്കെ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അതേ അളവിൽ തേങ്ങ വരണമെന്ന് പറയാം. അപ്പം തേങ്ങയുടെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കണ്ട. ഇതങ്ങ് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ തൈരും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാവും. നല്ല കുഴഞ്ഞ് വരും. അതേപോലെ തന്നെ അവയിൽ എടുത്ത് വെക്കുന്തോറും ടേസ്റ്റ് കൂടും. ഞാൻ എല്ലാ റെസിപ്പിയിലും പറയുന്നതാണ്, നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അത് വെച്ചിട്ട് ഒരുപാട് ദിവസം വെക്കാൻ എല്ലാവർക്കും പറ്റുന്നു. അപ്പോൾ വലിച്ചു കൂട്ടാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം തീയിൽ ഇരുന്നിട്ട് ഇതിൽ നിന്ന് ആവി വരണം. നമ്മുടെ ഇതിൽ നിന്ന് ആവി വരുന്നുണ്ട്. അപ്പം ഇതിൽ ഞാനൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരുടെ പാത്രം അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്ന് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ എൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒഴിക്കാണ്ടിരുന്നത്. അപ്പോൾ ഉപ്പും ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുക. എരിവൊക്കെ ഇപ്പോൾ ഇതിലെല്ലാം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കറിവേപ്പില കുറച്ച് അധികം കൈകൊണ്ട് ഞരടിയിടുക. അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ അടച്ച് വെക്കുക 2 മിനിറ്റ്. അതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അവിയലാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളം ഞാൻ ഒഴിച്ചില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിക്കാതിരിക്കരുത്. നിങ്ങളുടെ പാത്രം അനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിക്കുകയോ കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ച് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ മുരിങ്ങക്കായ ആദ്യം വഴറ്റിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പച്ചക്കറികൾ ഇടുക. അപ്പോൾ വേഗം വെവും. ഇതിലിപ്പോൾ മുരിങ്ങക്കായ വെവാനെ കുറച്ച് സമയം, ബാക്കിയൊക്കെ പെട്ടെന്ന് വെവുന്ന പച്ചക്കറികൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.